ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വൺ വേ സ്വിച്ച് ടു വേ സ്വിച്ചുകൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കോൺടാക്ട്സ് കാര്യങ്ങൾ കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടിരിക്കാം. അത് ആദ്യമേ തന്നെ നമുക്കൊന്ന് ഇത് മോഡുലാർ ടൈപ്പ് സ്വിച്ചുകളാണ് വരുന്നത്. മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ ഏകദേശം എല്ലാം തന്നെ കറക്റ്റ് ആയിരിക്കും, ഇതുപോലെ തന്നെയായിരിക്കും. സൈഡിൽ നിന്ന് കേട്ടോ, അത് പ്ലാസ്റ്റിക്കിൻ്റെ ലെവലാണ് വരുന്നത്. ആ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റർ വെച്ച് അകത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ ലോക്കാണ് വരുന്നത്. ആ ലോക്ക് വിടിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് അതിൻ്റെ മുകളിൽ കണ്ട ഇത് ടു വേ സ്വിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ട രണ്ട് എംബ്ലം വരുന്നത് ടു വേ സ്വിച്ചാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ കണ്ട വളരെ സിമ്പിളാണ്. ഈ സംഭവങ്ങൾക്കൊക്കെയാണ് ഇത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് വരുന്നത്. കാരണം ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും പ്യുവർ കോപ്പറാണോ കാര്യങ്ങളൊക്കെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ എമൗണ്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് എൻ്റെ എമൗണ്ട്, ഓരോ സ്വിച്ചിൻ്റെ എമൗണ്ടും കാര്യങ്ങളും വരുന്നത്. ഇത് ഗോൾഡ് മെഡലിൻ്റെ എയർ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇത് നമ്മൾ കണ്ടോ, ഇതിൻ്റെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ജസ്റ്റ് നമുക്കൊന്ന് പൊക്കിയെടുത്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. കണ്ടോ, ഇത് ആ ലിവറിന് ഏറ്റവും തുമ്പത്തായിട്ട് ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കൊടുത്തിരിക്കണം. കേട്ടോ, ഈ സ്പ്രിങ് ആക്ഷനാണ് നമുക്ക് ടു വേ സ്വിച്ചിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ എഫക്റ്റ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്പ്രിങ് ആക്ഷനാണ്. ഈ സ്പ്രിങ് ജാമായാലും സംഭവിക്കും, സ്വിച്ച് കേടാവും. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് പൊടി കാര്യങ്ങളൊക്കെ ഇറങ്ങിയാലും കംപ്ലൈൻ്റ് ആവും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ പൊസിഷൻ കണ്ടോ, ഇതിൻ്റെ ഒരു ആകൃതി നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ആകൃതിയിൽ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റാണ് അതിൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ പ്ലേറ്റ് നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. കണ്ടോ, ടു വേ സ്വിച്ച് ആയതുകൊണ്ട് രണ്ട് സൈഡുകളിലേക്ക് നമുക്ക് കണക്ഷൻ ഉണ്ടാവും. സെൻട്രലിൽ നിന്ന് അപ്പുറത്തേക്കും കിട്ടും, ഇപ്പുറത്തേക്കും വരാവുന്ന രീതിയിൽ രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത്. ആദ്യമേ തന്നെ നോക്കുക, അത് വളരെ ഫ്രീ ആയിട്ടുള്ളൊരു കോപ്പറിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഹൈ ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. തുരുമ്പെടുക്കാത്ത രീതിയിലുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആ മെറ്റീരിയൽ. ഇത് നമുക്ക് അതിൻ്റെ കോൺടാക്ട്സും കിട്ടുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. കണ്ടോ, അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കോൺടാക്ട്സ് ഉണ്ട്, പിന്നെ സെൻറ്ററിലും വരുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് ടു വേ സ്വിച്ച് ആയതുകൊണ്ട് സെൻറ്ററിൽ നിന്നും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കോൺടാക്ട്സ് കിട്ടുന്നുണ്ട്. ആ രണ്ട് എൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ട് എൻഡിൽ പിന്നെ ഒരു സെൻട്രൽ പോയിൻ്റ്. കണ്ടോ, ടു വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലും അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും രണ്ട് പോയിൻ്റാണ് വരുന്നത്. അങ്ങനെയാണ് ടു വേ സ്വിച്ച് വരുന്നത്. വൺ വേ സ്വിച്ച് ആവുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷനിലും സെൻറ്ററിൽ നിന്ന് ഏറ്റവും മുകളിലേക്കുള്ള പൊസിഷൻ. ഇനി കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വെക്കണം. കാരണം ആ പൊസിഷൻ നോക്കണം, കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് വയ്ക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് നമ്മുടെ വെക്കുന്ന അവസ്ഥയിൽ ആ പറയുന്ന കോപ്പറിൻ്റെ പ്ലേറ്റിൽ നമ്മൾ പൊടി കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജാമാവും. അത് കൂടുതൽ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മൂടി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാണുന്ന കോപ്പർ പ്ലേറ്റ് ജാമായി കഴിയുമ്പോൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആവും, സ്വിച്ച് വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോക്ക് ഇതിലേക്ക് സിമ്പിളായിട്ട് കയറ്റിയിട്ടാൽ മതി. അപ്പോൾ മോഡുലാർ ടൈപ്പ് സ്വിച്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടെക്നോളജിയാണ്. എന്നാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ ജാമാവും. കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ പൊടി കയറുകയും ചെയ്യും. സൈഡിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ പൊടി കയറുകയും ചെയ്യും. അപ്പോൾ അത്രയും വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ടെക്നോളജി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ പ്ലേറ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൊഡക്ട്സിൻ്റെ, അതായത് അകത്ത് വരുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ വരുന്ന ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഈ എമൗണ്ട് കാര്യങ്ങൾ ഓൾറെഡി വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ഈ സ്വിച്ച് എല്ലാം കറക്റ്റ് ചെയ്ത് മൂടിയിട്ടതിന് ശേഷം, അതായത് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് പൊടി കയറില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പെയിൻറ്റിങ് കാര്യങ്ങൾ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 30-40 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഓരോ സ്വിച്ചുകളും ഇതുപോലെ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.